എന്നിട്ടും പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ മതസംഘടനാ രംഗത്തേക്ക്, നേതൃപദവികളിലേക്ക് വരാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന രൂപത്തിൽ മാറ്റി നിർത്താൻ ലീഗ് തയ്യാറായില്ല. ലീഗ് അവരുടെ വേദികളിൽ ഇത്തരക്കാരെ അണിനിരത്തി പ്രസംഗിപ്പിച്ചു. ആരുടെ പേര് ഞാൻ പറയുന്നില്ല ഇപ്പൊ തൽക്കാലം. ഞാൻ ഈ പറയുന്നത് സത്യമല്ല എന്ന് മുസ്ലിം ലീഗിൻ്റെയോ യൂത്ത് ലീഗിൻ്റെയോ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ ഞാനതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കും. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഞാൻ ഈ പറഞ്ഞ സംഗതി ഉണ്ടായിട്ടില്ലേ? പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളിൽ പോലും ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന, മതപരമായി നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന ധാരണയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഉൾപ്പെടെയുള്ള മഹല്ലുകളുടെ ഖാദി സ്ഥാനം അലങ്കരിക്കുന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മതവിധി പുറപ്പെടുവിക്കണം. ഖാദിമാരാണ് മതവിധി പറയാറ്. അതിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമായിട്ട് നിൽക്കണം. ഈ ഖാദി സ്ഥാനങ്ങൾ ഒഴിയണം. അദ്ദേഹത്തിന് അതിന് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അതിന് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കണം. അത് വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് ഇല്ലാതാക്കും. ഇത് പറഞ്ഞതിനെയാണ് വലിയ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് വല്ലാത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് മതസമുദായത്തിലും ദുഷ്പ്രവണതകൾക്കെതിരായി ബന്ധപ്പെട്ട മതസമുദായങ്ങളിൽ നിന്നാണ് വിമർശനങ്ങളും എതിർ ശബ്ദങ്ങളും ഉയരേണ്ടത്. അത് മഹാത്മാഗാന്ധി നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യവും കൂടിയാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ, ഗുരുവായൂർ സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വന്ന സഹോദര മതസ്ഥരായ ആളുകളോട് ഗാന്ധിജി പറഞ്ഞത്, നിങ്ങൾ ഇതിൽ പങ്കെടുത്താൽ ഇതിനെ വേറൊരു തലത്തിലായിരിക്കും ഹൈന്ദവ സമുദായത്തിലെ വർഗീയ മനസ്സുള്ളവർ പ്രചരിപ്പിക്കുക. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ മാറി നിൽക്കണം. മുസ്ലിം സമുദായത്തിലെ ഒരംഗം, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, ഒരു പ്രാക്ടീസ് ചെയ്യുന്നയാൾ എന്നുള്ള നിലയിൽ, ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നിവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാനാണ് ഇത് പറയേണ്ടത്. പ്രത്യേകിച്ച് എനിക്കെതിരായിട്ട് ഈ കാര്യങ്ങളൊക്കെ വന്നതാണ്. ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റും അക്കാര്യത്തിൽ എനിക്കില്ലാതെ പോയതുകൊണ്ടാണ് ക്ലീൻ ചിട്ട് എല്ലാ ഏജൻസികളിൽ നിന്നും ലഭ്യമായത്. ഇനി ക്ലീൻ ചിട്ട് ലഭ്യമായിട്ടില്ല എങ്കിൽ അവരെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു എൻ്റെ വീട്ടിലേക്ക്. അവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഹവാല ഇടപാട് നടത്തുകയോ സ്വർണ്ണ കള്ളക്കടത്ത് പോയിട്ട് സ്വർണം യഥാവിധി കടത്താൻ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങളെ ഡൈവേർട്ട് ചെയ്ത് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ഡിതന്മാർക്കിടയിൽ പോലും തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറ്റാനും, സാധാരണക്കാരുടെ തെറ്റിദ്ധാരണകൾ മാറ്റാനും, മുസ്ലിം സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ, ഖാദി എന്നുള്ള നിലയിൽ, വിധികർത്താവ് എന്നുള്ള നിലയിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞതിനെ ഇത്രമേൽ ശൗര്യത്തോടുകൂടി നേരിടേണ്ട കാര്യം എന്തുണ്ട്? ഒറ്റ മതവിധിയുടെ പേരിൽ ഈ സ്വർണ്ണക്കടത്ത് മുഴുവൻ ഇല്ലാതാകുമെന്ന് പറയുന്നതിലൂടെ മുസ്ലിം സമുദായത്തെ ഒന്നാകെ ഒരു സംശയമുറയിൽ നിർത്തുകയല്ലേ ശരിക്കും ഒരു തരത്തിൽ താങ്കൾ ചെയ്തത്? ഒരിക്കലുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ എല്ലാവരും സ്വർണ്ണക്കള്ളക്കടത്തുകാരാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ആകെ എത്രയോ 190 മറ്റോ എത്ര കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. അവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ജനവിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ നമ്മളുടെ കാര്യം നോക്കുക, മറ്റുള്ളവർ മറ്റുള്ളവരുടെ കാര്യം നോക്കുക. അങ്ങനെയാണ് ഓരോ മതസമുദായങ്ങളിലും പരിഷ്കരണവും നവോത്ഥാനവും ഉണ്ടായിട്ടുള്ളത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ ജില്ലയെയോ ജില്ലയിലുള്ള ഞാൻ അടക്കമുള്ള മുസ്ലിം സമൂഹം അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് എനിക്കും തന്നെയല്ലേ ദോഷം ചെയ്യുക. പക്ഷെ കാര്യങ്ങൾ പറയണം.